384 എന്നൊക്കെ പറയുന്ന വലിയ കണക്കുകളിലേക്ക് കാണാം മരണസംഖ്യ. ചാലിയാർ പുഴയോരത്തുനിന്ന് ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. അപ്പോൾ ഇനിയും ദുരന്തത്തിന്റെ വ്യാപ്തി അപൂർണ്ണമായി അനാവരണം ചെയ്യപ്പെട്ട് വരുന്നതേ ഉള്ളൂ. 5-ാം നാളും തെരച്ചിൽ തുടരുകയാണ്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായവർക്കായി ഊർജിതമായ തെരച്ചിലാണ്. ഇന്നലത്തേതിന് കണക്കെ 6 മേഖലകളായി തിരിഞ്ഞ് 40 അംഗ ദൗത്യസംഘം അതേ ഫോർമാറ്റിൽ തന്നെ ആണ് ഇന്നത്തെ പരിശോധന. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോട്ട് പരിശോധനയും ഇന്ന് നടക്കും. ഭൂമിക്കടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കടാവർ നായ്ക്കളെയും തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. ചൂരൽമല സ്കൂൾ പരിസരത്ത് നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 334ആയി. എസ് വിജയകുമാർ, ഷഫീദ് റാവുത്തർ, ദീപക് ധർമ്മട് എന്നിവർ ചേരുന്നു. പുഞ്ചിരിമട്ടയിൽ നിന്നും ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇന്നിപ്പോൾ ആ മേഖലയിൽ പരിശോധന തുടരുകയാണ്. ഇന്നലെ ഒരു പ്രാണപ്രതീക്ഷയോടെ ഒരു നേരിയ നാമ്പ് നമ്മൾ കണ്ടതാണ് വൈകുന്നേരം. അത് നടന്നില്ലെങ്കിലും അത്തരത്തിലുള്ള പ്രതീക്ഷകൾ 5-ാം നാൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഷഫീദ്? ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്ന് പ്രദേശവാസികളും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുളത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഹിറ്റാച്ചി ഇപ്പോൾ താൽക്കാലികമായി ഇന്ന് രാവിലെ 6 നിർമ്മിച്ച പാലത്തിലൂടെ ഇപ്പുറത്തേക്ക് എത്തിച്ച ശേഷം അതിനുശേഷമായിരിക്കും ആ കുളത്തിൽ പരിശോധന നടത്തുക. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ പലരും മിസ്സിംഗ് ആണ് എന്നുള്ള സൂചനകൾ, അതിൽ പ്രത്യേകിച്ച് ഒരാൾ മിസ്സിംഗ് ആണ് എന്നുള്ള സൂചന, എന്നൊരു വിവരം അത് ഈ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഹിറ്റാച്ചി ഇറക്കിക്കൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലും ഈ ഭാഗത്തേക്ക് എത്തി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ ദുരന്തത്തിന്റെ ഏറ്റവും ആദ്യ ഭാഗങ്ങളിൽ ഒന്ന് ഇവിടെയാണ്. അപ്പോൾ മനുഷ്യവാസമുള്ള ആദ്യ ഭാഗങ്ങളിൽ ഒന്ന് ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് അദ്ദേഹം സന്ദർശനം നടത്തി. ആർമി ഉദ്യോഗസ്ഥരെ അടക്കം സന്ദർശിക്കും, പ്രദേശവാസികളെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തുള്ള അദ്ദേഹം ഇവിടേക്ക് എത്തും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വളരെ ശ്രമകരമായി ആർമി നിർമ്മിച്ച താൽക്കാലിക പാലം കടന്ന് ഹിറ്റാച്ചി ഇപ്പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തിരച്ചിൽ അത് ഉറപ്പായും ഉണ്ടാകും. കഴിഞ്ഞ ദിവസമൊക്കെ ഹിറ്റാച്ചി ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയാത്തത്ര സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചെറിയ ഹിറ്റാച്ചികൾ കൊണ്ടുവന്ന് ഈ ഭാഗത്തേക്ക്, ഇതിന് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇതുള്ളത്, അതായത് ഈ കുളമുള്ളത്. അപ്പോൾ ആ കുളം അത് പരിശോധന നടത്തും. അല്പസമയത്തുള്ള മുണ്ടക്കൈ കഴിഞ്ഞു മോഹൻലാൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഇവിടെ എത്തി NDRF സംഘം അതേപോലെ തന്നെ മറ്റ് റെസ്ക്യൂ സംഘാംഗങ്ങളോട് സംസാരിക്കും. ഇന്ന് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് ഇന്ന് രാവിലെ സംസാരിച്ച DR മേഘശ്രീ, വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ പറഞ്ഞിരുന്നു. കൂടുതൽ കടാവർ നായകളെ അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കും. നിലവിൽ ഇപ്പോൾ 10 കടാവർ നായകളുണ്ട്, അത് 16 ഉയർത്തും. കർണാടകയോടക്കം അതുമായി ബന്ധപ്പെട്ട സഹായം തേടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ദുർഘടമായ ഒരു പാത താണ്ടിത പുഞ്ചിരിമട്ടത്തേക്ക് വരുന്നു ഈ ആർമി ഈ ഹിറ്റാച്ചി എന്നുള്ളതാണ്. ആർമി ഉദ്യോഗസ്ഥരാണ് രാവിലെ ആ താൽക്കാലിക പാലം ക്രമീകരിച്ചത്. ഉടൻ തന്നെ മോഹൻലാലും എത്തും. മോഹൻലാൽ എത്തിയ ശേഷമായിരിക്കും ഈ ഭാഗത്ത് ഇതിന്റെ ഈ കുളം തോണ്ടി പരിശോധന. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ശ്രമകരമായി ഹിറ്റാച്ചി പുഞ്ചിരിമട്ടത്തെ ഇപ്പുറത്തേക്ക്, അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഈ ഹിറ്റാച്ചി എത്തിക്കുന്നതോടെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് സഹായകമാകും. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കുളം, അത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്താൻ കഴിയും. രണ്ടാമത്തേത് വലിയ പാറകഷ്ണങ്ങളാണ്. രാവിലെ നമ്മൾ അഭിലാഷ് തുഴുവൻകൂട് ഭീകരതയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഹഷ്മി. വലിയ പാറക്കെട്ടുകൾ അതേപോലെ തന്നെ മൺകൂനകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ലാൻഡ് ലോസ് നടന്ന സ്ഥലം ഇതായി നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പോൾ ആ ഭാഗത്തേക്ക് ഹിറ്റാച്ചി എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അത് അല്പസമയത്തിനുള്ളിൽ നടക്കും എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയും. ഏതായാലും ഡ്രോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ സജീവമാണ്. റഡാർ പരിശോധന സജീവമാണ്. ഐബോർഡ് ഡ്രോൺ പരിശോധന അല്പസമയത്തിനുള്ളിൽ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ സാർ എത്തിയാലുടൻ, അദ്ദേഹത്തിന്റെ സംഘം എത്തിയാലുടൻ ആരംഭിക്കും. ഇവിടെയും പലതരത്തിലുള്ള സങ്കട കാഴ്ചകളുണ്ട് ഹഷ്മി. കാരണം ഈ ദുരന്ത ഭൂമിയിൽ ആദ്യം ഈ മല ഇങ്ങനെ പൊട്ടിയൊലിച്ച് വന്നത് ഈ ഭാഗത്തേക്കാണ്. ഇവിടെ ആകെ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ, വസ്തുക്കൾ, ഹൗസ് ഹോൾഡ് ഉപകരണങ്ങൾ അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മണ്ണിൽ കാണാൻ കഴിയും. NDRFും അതേപോലെ തന്നെ ആർമി സംഘാംഗങ്ങളും ഇന്ന് രാവിലെ ഒരു പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അടുത്ത ഘട്ട പരിശോധന അത് മോഹൻലാൽ വന്നു പോയതിനു ശേഷമായിരിക്കും നടത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് മോഹൻലാൽ അല്പസമയത്തിനുള്ളിൽ പുഞ്ചിരിമട്ടത്തേക്ക് എത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു അപ്ഡേഷൻ. അതേസമയം ഇവിടേക്ക് ഒരു JCB, ഒരു ഹിറ്റാച്ചി ഇറക്കി രക്ഷാപ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട ശ്രമകരമായ ഒരു കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു ഹഷ്മി. 334ലേക്ക് ഡെത്ത് കൗണ്ട് ഉയരുന്നു ഷഫീദ് റാവുത്തർ. ഈ മേഖലയിലൊക്കെ ഇനിയും മണ്ണാഴങ്ങളിൽ, അവിടെ പുഴയാണെങ്കിൽ പുഴയാഴങ്ങളിലൊക്കെ ഇനിയും മൃതശരീരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ രക്ഷാപ്രവർത്തകരൊക്കെ പറയുന്നത്. അതിനിയും ഉയരും എന്ന് നമ്മൾ സങ്കടത്തോടുകൂടി തിരിച്ചറിയുന്ന മണിക്കൂറുകൾ കൂടിയാണ് ഷഫീദ്.
ഇവിടെ പുഞ്ചിരിമട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുഞ്ചിരിമട്ടത്ത് അപ്പോൾ DR മേഘശ്രീ അക്കാര്യത്തിൽ പറഞ്ഞത് അവർ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളായി തിരിഞ്ഞ് അതിന്റെ കണക്കെടുത്ത് വരികയാണ്. പ്രത്യേകിച്ച് അവരുടെ നമ്മളിവിടെ താമസിച്ചിരുന്ന റേഷൻ കാർഡിൽ പേരുണ്ടായിരുന്നവർ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നവർ, അതേപോലെ തന്നെ KSCB കണക്ഷനുകൾ ഉണ്ടായിരുന്നവർ, അവരിൽ നിന്നൊക്കെ ലിസ്റ്റ് ലഭിക്കും. ആ ലിസ്റ്റ് എടുത്തുകൊണ്ടൊരു പരിശോധന അത് നടത്തും എന്നുള്ളതാണ് കളക്ടർ, വയനാട് ജില്ലാ കളക്ടർ നമ്മളെ അറിയിച്ച കാര്യം. അപ്പോൾ ആ പരിശോധനയിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ കൊണ്ട് ഒരു യഥാർത്ഥ കണക്ക്, അതല്ലെങ്കിൽ ഒരു ആക്ച്വൽ കണക്ക്, ഒരു സ്ഥിരീകരിച്ച വിവരം നമുക്കറിയാൻ കഴിയും എന്നുള്ളത് ഒരു വിവരമായി ഇപ്പോൾ നമുക്ക് കൈമാറാൻ കഴിയും. ഏതായാലും ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഹാഷ്മി, ഈ പ്രദേശം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് നിരവധി വീടുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടി ഒലിച്ച ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് ഒരു പള്ളി, ഒരു മസ്ജിദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്ക് കുറേയധികം ആളുകൾ താമസിച്ചിരുന്നു. ഒറ്റപ്പെട്ട കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന പുഞ്ചിരിമട്ടത്തിന്റെ മറുകരയിൽ നിന്ന് 17 പേരെയാണ്, ആ റിസോർട്ടിൽ ഉൾപ്പെട്ട 17 പേരെയാണ് ആർമി റെസ്ക്യൂ സംഘം, മലബാർ ബറ്റാലിയൻ അവർ രക്ഷപ്പെടുത്തി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ മരിച്ചവരുടെ എണ്ണവും അവിടെ നിന്ന് മൃതശരീരം അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചിരുന്നു, നിരവധി മൃതശരീരങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ ആ പ്രദേശത്ത് നമ്മൾ ഈ കണക്കത് കൂടാൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ ഒരു സങ്കടകരമായ വിഷമകരമായ കാര്യമാണെങ്കിൽ കൂടി ആ യാഥാർത്ഥ്യം നമ്മളത് പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ ഭാഗത്ത് നിന്ന് കാര്യമായ മൃതദേഹങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിരവധി ആളുകൾ ഇവിടെ കാണാനുണ്ട്. അത് മുണ്ടക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് താമസിച്ചിരുന്ന, ഈ മേഖലകളിൽ താമസിച്ചിരുന്ന പല ആളുകളുണ്ട്. അവരുടെയൊക്കെ മൃതദേഹം ചിലർ കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം അവർ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രദേശത്തെ കൂടുതൽ പരിശോധനയ്ക്ക് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ മുകളിലേക്ക്, അതായത് ഹിറ്റാച്ചി ഇപ്പോൾ ആ ജനവാസ മേഖലയിലേക്ക് കയറി പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ മുകളിലേക്ക് പോയി ആ സ്ട്രെച്ച് കൂടി ഒരു പരിശോധന നടത്തി തിരികെ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഈ ഭാഗത്ത്, അതായത് ഞാൻ പറഞ്ഞ കുളത്തിന്റെ ഭാഗത്ത് പരിശോധന നടത്തുക. ഹഷ്മി, പുഞ്ചിരിമട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ അവിടെയുണ്ട്. അത് ബേലിപ്പാലം ഒരു കാരണവുമായിട്ടുണ്ട്. അപ്പോൾ എത്തിച്ചുകൊണ്ടുള്ള വളരെ സിസ്റ്റമാറ്റിക്കായുള്ള ഒരു തിരച്ചിലാണ് 5-ാം നാളും അവിടെ പുരോഗമിക്കുന്നത്. 4-ാം നാൾ നമ്മളതിന് തുടക്കം കണ്ടതാണ്. ആദ്യ ദിവസങ്ങളിൽ എല്ലാവരും എല്ലായിടത്തും പോയി തിരയുന്ന ഒരു രീതിയായിരുന്നു. ഇന്നലെ മുതൽ അങ്ങനെയല്ല. ഇന്നലെ മുതൽ കൃത്യമായി 6 സോണുകൾ തിരിച്ചുകൊണ്ട് കൃത്യമായി അതിന് ആനുപാതികമായ 40 അംഗ സംഘത്തിൽ ഓരോരോ മേഖലകൾ, ഇപ്പോൾ മുണ്ടക്കയിലാണെങ്കിൽ മുണ്ടക്കയിലെ 3-4 പേർ അതിലുണ്ടാകും. പുഞ്ചിരിമട്ടത്താണെങ്കിൽ ആ മേഖലയിൽ താമസിച്ചിരുന്ന ആളുകളുണ്ടാകും. ചൂരൽമലയിലാണെങ്കിൽ ആ താമസിച്ചിരുന്ന ആളുകളുണ്ടാകും. അങ്ങനെ ഓരോരോ മേഖലയിൽ താമസിച്ചിരുന്ന വളരെ വ്യക്തമായി ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ വീടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഓഫീസോ ലൈബ്രറിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി തിട്ടമുള്ള ആ മേഖലയെപ്പറ്റി തിട്ടമുള്ള ആൾ, അവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാര്യം ആ ടെറൈനിൽ വീടുകളൊക്കെ മണ്ണോട് മണ്ണ് ചേർന്ന് കിടപ്പാണ്. ഒരു വീടുണ്ട് എന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത പല സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പറയാൻ കഴിയുന്ന ആളുകളുടെ സഹായം ഇന്നലെ മുതലുണ്ട്. അപ്പോൾ അത് വലിയ തോതിൽ സഹായകരമാകുന്നു എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. വെള്ളാർമല സ്കൂളിൽ നിന്ന് വിജയകുമാർ കുറിച്ചിരുന്നു. വിജയകുമാർ, ഈ ഉണ്ണികൃഷ്ണ സാർ നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ സങ്കടമാവുന്നു. ഒരുപക്ഷെ വെള്ളാർമലയുടെ ദുരന്തത്തിൻ്റെ സങ്കടപ്പെടുന്ന ഒരു പ്രതീകം കൂടിയാകുന്നു. അദ്ദേഹം ആ സ്കൂളിലെ കേവലം ഒരു മാഷ് മാത്രമായിരുന്നില്ല, ആ സ്കൂൾ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവനായിരുന്നു. പറഞ്ഞു കേൾക്കുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ സ്കൂളിനെ വലിയ പുരോഗതിയിലൊക്കെ ഉയർത്തിയ ഒരു പ്രധാന അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചങ്ക് തകർന്ന് തളർന്നു പോകുന്നത് സ്വാഭാവികമാണ്. വിജയകുമാർ, നമ്മൾ ഹാഷ്മി രാവിലെ ഇവിടേക്ക് അധ്യാപകർ വരുന്നുണ്ട് എന്നറിഞ്ഞു. ഞാൻ മനോജ് മാഷ് എന്ന് പറഞ്ഞ ഈ സ്കൂളിലെ ഒരു അധ്യാപകനെയാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴേക്ക് സ്കൂളിൽ വരെ വരുന്നുണ്ട്, ഉണ്ണികൃഷ്ണ മാഷ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയാണ് ഞാൻ സ്കൂളിലേക്ക് എത്തിയത്. പക്ഷേ സംസാരിക്കുന്നതിനൊന്നും അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഏതാണ്ട് തളർന്ന് ഒരു കസേരയിലേക്ക് വീഴുകയായിരുന്നു. ഒരു കുട്ടിയെപ്പോലെ പിന്നെ കാണുന്നത് പൊട്ടിക്കരയുന്ന ഒരു ഉണ്ണികൃഷ്ണ മാഷിനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് പൊട്ടിക്കരയുന്നത്. അപ്പോൾ അദ്ദേഹം സ്വന്തം മക്കളെ പോലെയോ അല്ലെ സ്വന്തം മക്കളെക്കാൾ അധികമോ ഈ സ്കൂളിലെ കുട്ടികളെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു, ഈ സ്കൂളിനെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് കുറേ വർഷമായി, ഒരു പതിറ്റാണ്ടിലധികമായി അദ്ദേഹം ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ സ്കൂളിലെ വളരെ സ്ട്രിക്റ്റായ ഒരു അധ്യാപകനാണ്. പക്ഷേ അപ്പോഴും കുട്ടികളോട് വലിയ സ്നേഹമാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവരോടൊപ്പം നിൽക്കും. സ്കൂളിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. നല്ല ലീഡറാണ്, നല്ല അധ്യാപകനാണ്. ഒരു പിതാവിനെ പോലെ കുട്ടികളെ കരുതലോടെ നോക്കുന്നയാളാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരോടൊപ്പം, അവരുടെ ഒരാളായി അവരുടെ കൂടെ നിൽക്കും. ഈ പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ കുട്ടികൾക്കൊപ്പം നിന്ന് പാട്ടുപാടാനും ഒക്കെ എന്ന് വെച്ചാൽ ആ മട്ടിൽ എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളിലും എല്ലാം ഒരു നല്ല ലീഡറായി
യഥാർത്ഥത്തിൽ ഒരു പ്രിൻസിപ്പൽ എന്നതിനപ്പുറത്തേക്ക് ഒരു നാഥൻ, ഒരു സ്കൂളിൻ്റെ നാഥൻ എന്ന മട്ടിൽ തന്നെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ തന്നെയുമല്ല, അദ്ദേഹം ഈ നാടുമായി വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വദേശം ആലപ്പുഴയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴയാണെങ്കിലും ഉണ്ണികൃഷ്ണൻ മാഷിനെ സംബന്ധിച്ച് ഈ സ്കൂളുമായി വലിയ ബന്ധമുണ്ട്. നമുക്കറിയാമല്ലോ, ഈ സ്കൂളുകൾ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ എന്നൊക്കെ പറയുന്നത് അവർ ജോലി ചെയ്യുന്ന നാട്ടിൽ വലിയ എന്താണ് നല്ല ഒരു മാതൃക ആളുകളായിരിക്കും. അവർ ആ നാട്ടിലെ ഒരു പൊതു പ്രവർത്തകർ കൂടിയായിരിക്കും. അവിടുത്തെ എല്ലാ പരിപാടികളും അവർ പങ്കെടുക്കും. ഇപ്പോൾ നാട്ടിലൊരു ക്ലബിൻ്റെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ഉണ്ടാകും. നാട്ടിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ ക്യാമ്പ് ഉണ്ടെങ്കിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ അതിലുണ്ടാകും. നാട്ടിൽ എന്തെങ്കിലും ഒരു കലാപരിപാടി ഉണ്ടെങ്കിൽ അതിൻ്റെ വേദിയിലെ അധ്യാപകൻ, ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടാകും. അങ്ങനെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലുമൊക്കെ ഉണ്ണികൃഷ്ണൻ മാഷ് സജീവമാണ്. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ മാഷ് ഈ സ്കൂള് കാണുമ്പോൾ, ഈ നാട് കാണുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന വികാരം എന്തായിരിക്കുമെന്ന് ഈ സ്ഥലത്ത് ഇത്രയും ദിവസം നിന്നായി എനിക്ക് അത് ഊഹിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സ്കൂള് എന്ന് വെച്ചാൽ അതിൻ്റെ പല ഭാഗവും കോൺക്രീറ്റിൻ്റെ ഒരു അസ്ഥികൂടം മാത്രമായി അവശേഷിക്കുകയാണ്. ഒന്നുമില്ല ബാക്കി. അതാകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആ സ്കൂളിലൂടെയാണ് പുഴ പലയിടത്തും ഒഴുകുന്നത്. അതിൻ്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞ് നാമാവശേഷമായി. അതിലൊക്കെ ഉപരി അതൊക്കെ നമുക്ക് പണിതെടുക്കാം. നമുക്ക് സിമെൻറ്റും കട്ടയും കരിങ്കല്ലും മണ്ണും ഒക്കെ വെച്ച് മനുഷ്യാധ്വാനം കൊണ്ട് പണം മുടക്കി നമുക്ക് സ്കൂള് പണിതെടുക്കാം. പക്ഷേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് ഈ സ്കൂളിലെ നഷ്ടപ്പെട്ട കുട്ടികളെയാണ്. ഈ സ്കൂളിൽ നിന്ന് കാണാതായി, വിളിച്ചിട്ട് വിളി കേട്ടാത്ത മക്കളെയാണ്. അപ്പോൾ അത്തരമൊരു അവസ്ഥയിൽ ഉണ്ണികൃഷ്ണൻ മാഷിനെ പോലെ ഒരാൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വിലപിക്കുന്നുവെങ്കിൽ അതിൽ ഒട്ടും അതിനെ ഞാൻ മറ്റൊന്നു തരത്തിൽ അതിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം ആ സ്കൂളിനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും നാടിനെയൊക്കെ അത്രയും ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി നമുക്കതിനെ കാണാൻ കഴിയും. നമുക്ക് ബാക്കിയൊക്കെ നിർമ്മിച്ചെടുക്കാം, ഈ നാടിനൊക്കെ നമുക്ക് പുനർനിർമ്മിച്ചെടുക്കാം. പക്ഷേ നഷ്ടപ്പെട്ട മനുഷ്യജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതൊരു വലിയ യാഥാർത്ഥ്യമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസരമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ